ഹലോ, ഇന്നും ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. തുടക്കത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നു, മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിൻ എന്ന് പറയുന്നത് 3:1 എന്ന് പറയുന്ന റേഷ്യോ ആണ്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് ഞാൻ ആദ്യം റെസിനും ഹാർഡ്നറും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷേപ്പുകളിലൊക്കെ ആയിട്ടാണ് നമ്മൾ പെൻഡൻറ്റും ഇയറിങ്സും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കൂടുതൽ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കപ്പ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് റെസിന് മാറ്റി ഒഴിക്കുകയാണ്. അതിലേക്ക് ഗ്ലിറ്റർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ടും കളർ ആഡ് ചെയ്തിട്ടും ചെയ്ത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ട് ഞാൻ പോർ ചെയ്ത് വെക്കുകയാണ്. ഞാനെടുത്ത എമൗണ്ട് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ബാക്കി ഉള്ളത് ഞാനൊരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ അതിന് പേരായിട്ടൊരു കമ്മലും കൂടി ഉണ്ടാക്കി നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുമ്മാ ഫില്ല് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്ന ഇയറിങ്സ് ഫുൾ ഗ്ലിറ്റർ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അതിൽ ഫില്ലായി കിടക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഗ്ലിറ്റർ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് വെച്ച് ജസ്റ്റ് ഒരു സ്റ്റഡ് പോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റഡും അതിന് പെൻഡൻറ്റും കൂടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ശേഷമാണ് ഞാൻ ബ്ലൂ കളർ മിക്സ് ചെയ്തത്. എന്നിട്ട് ഹാർട്ട് ഷേപ്പിലും അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡിൻ്റെയിലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 24 hour വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതേപോലെ തന്നെ റേഷ്യോയിൽ റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്തിട്ട് കമ്മലിൻ്റെ പുറകിൽ നമ്മൾ സ്റ്റഡ് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പോസ്റ്റ് എന്ന് കണ്ടാണ് അതിന് പറയുന്നത്. അപ്പോൾ അതും സ്റ്റഡും കൂടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ റെസിൻ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഡ്രൈ ചെയ്യാൻ വെക്കുക കേട്ടോ. പിന്നെ നേരത്തെ ഡ്രൈ ആയിട്ടുള്ള പെൻഡൻറ്റിൻ്റെയൊക്കെ മേലെ ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്, അത് ഒരു ഗ്ലോ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും ഇതിനൊക്കെ വേറെ ടൂള് യൂസ് ചെയ്യും. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. പതിയെ നമുക്കെല്ലാം വാങ്ങാം, ശരിയാക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഈ ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി.